ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വൈക്കിംഗ് സീസൺ 6 എപ്പിസോഡ് നമ്പർ 3. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സീസൺ 1 കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിൽ മാത്രമാണ് എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുക. ഇനി കിണ്ണം കാച്ച എപ്പിസോഡ്സൊക്കെ വരാൻ പോകുന്നതാണ്. അപ്പോൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അതിന് നോട്ടിഫിക്കേഷൻ വരികയില്ല. പിന്നെ താഴത്തെ ലൈക്ക് ബട്ടൺ എന്നൊക്കെ നിങ്ങൾക്ക് ഒന്നും പോയില്ല. പക്ഷേ മറിച്ചൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും എനിക്ക്. ഞാൻ പറഞ്ഞ ബോറടിപ്പിക്കുന്ന എപ്പിസോഡ് 3 എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടതാണ് കിങ് ഹാനിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ബിയോങ് തീരുമാനിക്കും. കിങ് ഹാനിലുള്ളത് ഒലഫിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ നേരെ ഒലഫിൻ്റെ രാജ്യത്തോട്ട് പോവുകയാണ്. നമ്മുടെ ബിയോങ്ങിന് എന്തായാലും സംഭവിക്കാമെന്ന് നോക്കാം. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ കിങ് ഹാൻഡിനെയാണ്. കിങ് ഹാൻഡ് തടവിലാണ് കിടക്കുന്നത്. അതോടെ കിങ് ഹാൻഡ് ചോദിക്കുകയാണ്, എൻ്റെ അവസാനമായെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഒലഫിൻ്റെ ആൾക്കാർ പറയാൻ തീർച്ചയായിട്ടും ആയിട്ടില്ല, നിങ്ങളെ ഒലഫ് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ വിളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുമെന്ന് ഒലഫിൻ്റെ ശിങ്കടികൾ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഒലഫാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുകളിൽ വന്ന് രക്തമൊക്കെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാൻഡിനെ നേരെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. ഇനി എന്തെങ്കിലും നടക്കാൻ പോകുന്ന നോക്കാം. കിങ് ഹാൻഡ് ആകെ ഇതേ സമയത്ത് അവൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് ഈ കുതിരയുടെ കരലാണ്. അപ്പോൾ നമ്മുടെ ഒലഫ് പറയുകയാണ്, നിനക്ക് കുതിരയുടെ കരൽ ഭയങ്കര ഇഷ്ടമാണോ, ദൈവങ്ങളുടെ പക്ഷമാണെന്ന് പറയുമ്പോൾ നമ്മുടെ കിങ് ഹാൻഡ് പറയുകയാണ്, ഐ നോ എനിക്കറിയാം, കാരണം കുതിരകളുടെ ഭക്ഷണം ദൈവങ്ങളുടെ ഭക്ഷണമാണെന്നാണ് നമ്മുടെ ഒലഫൊക്കെ വിശ്വസിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ഒലഫ് പറയുകയാണ്, നിൻ്റെ ഈ അവസ്ഥക്ക് ഞാനാണ് കാരണം ചോദിക്കുമ്പോൾ നമ്മുടെ കിങ് ഹാൻഡ് പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ തന്നെയാണ് കാരണമെന്ന് പറയുകയാണ്. അത് നമ്മുടെ കിങ് ഹാൻഡ് ആ കുതിരയുടെ കരൽ കടിച്ച് പറിച്ച് തിന്നുകയാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ദാഹിക്കുന്നോ ചോദിക്കുമ്പോൾ അവിടെ കിങ് ഹാൻഡ് പറയുകയാണ്, നിങ്ങൾ തടവിലായ സ്ഥലത്ത് എപ്പോഴും മദ്യമൊന്നും കിട്ടില്ലായിരുന്നു നമ്മുടെ കിങ് ഹാൻഡ് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാൻഡ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒലഫാണ് ഇങ്ങനെ ഓരോന്നിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കിങ് ഹാൻഡ് ശ്രദ്ധിക്കാണ്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഇതേ സമയത്ത് നമ്മൾ ഒലഫ് പറയുകയാണ്, നിന്നോടാ സംസാരിക്കുന്നത്, നീ എന്താണ് മൈൻഡ് ചെയ്യാനായിരുന്നു വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ കിങ് ഹാൻഡിൻ്റെ അടുത്ത് ഒലഫ് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒലഫ് വീണ്ടും ഓരോന്നൊക്കെ പറയുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, നിന്നെ കൊല്ലണം വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ കിങ് ഹാൻഡ് തുപ്പുകയാണ്. നീ എന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് അവൻ തുപ്പുന്നത്. എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഇതേ സമയത്ത് ഒലഫ് പറയുകയാണ്, അവൻ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാൻഡ് ഒരു പാട്ട് പാടുന്നുണ്ട്. പക്ഷേ ആ പാട്ട് നമ്മുടെ ഒലഫിന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മുടെ കിങ് ഹാൻഡിനെ അവിടെ നിന്ന് വലിച്ചടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇനി എന്തിനായി കൊണ്ടുപോകുന്നില്ല നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നത്. അതേ സമയത്ത് ഒലഫ് കൈയടിക്കുന്നുണ്ട്. വാ, അടിപൊളി, സൂപ്പർ. അവിടെ നേരെ കാണിക്കുന്നത് നമ്മുടെ ഒലീഗിനെയാണ് കാണിക്കുന്നത്. ഒലീഗ കുട്ടിയെ കൊണ്ട് ഒലീഗിൻ്റെ സാമ്രാജ്യത്തിൽ പോവുകയാണ്. നമ്മുടെ ധീറിൻ്റെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ധീറിനൊക്കെ ശരിക്കും വിഷമമുണ്ട്, കാരണം ധീറിൻ്റെ സഹോദരനെ കൊന്നത്. ശരിക്കും ധീറും ഒലീഗൊക്കെ സഹോദരന്മാരാണ്. ആ ഒരു സഹോദരനാണ് നമ്മുടെ ഒലീഗ് വിഷം കൊടുത്ത് കൊന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാമെന്ന് നോക്കാം. അതിന് നമ്മുടെ ഒലീഗ് ധീറിന് ടാറ്റ കൊടുക്കുന്നു. പോയിട്ട് വരാം സഹോദര എന്ന് പറയാൻ ടാറ്റ കൊടുക്കുന്നു. ധീറിനാണ് ശരിക്കും പൊളിയുന്നുണ്ടാവും, കാരണം സ്വന്തം സഹോദരനാണ് ഇവൻ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞിരിക്കുന്നത്. അതിന് നേരെ ഒരു യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നോ കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് ഇവർ ചോദിക്കാൻ, നിങ്ങൾ പ്രവചനം നടത്തില്ല, ധീർ നമ്മളെ വിട്ടയച്ചില്ലെങ്കിൽ ധീറിന് ശരിക്കും വലിയൊരു അപകടം വരുമെന്ന് നിങ്ങൾ പറഞ്ഞില്ല, സത്യമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഒലീഗ് പറയുക, അത് വെറും മടവാണ്, അങ്ങനെയൊന്നും വരില്ലായിരുന്നു, അതൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു, അവന്ന് രക്ഷപ്പെടാനുള്ള ഒരു വെറും അടവ് മാത്രമായിരുന്നു, ഇവൻ കൊള്ളാലേ ഇവന് ആൾ വേറെ ലെവലിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും. എന്താ സംഭവിക്കാം കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഇവർ വേറെ സംശയം ചോദിക്കുകയാണ്, നിങ്ങളുടെ സഹോദരൻ ആരും അറിയാണ്ട് വിവാഹം കഴിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഒലിക്ക് സിമ്പിളായിട്ട് പറയുകയാണ്, അതിന് വലിയൊരു ബുദ്ധിയൊന്നും ആവശ്യമില്ല, കാരണം അതായത് എൻ്റെ സഹോദരൻ്റെ ഭാര്യ ഇതിനു മുമ്പ് എൻ്റെ സെറ്റപ്പായിരുന്നു. ഒരു ദിവസം അവൾ എന്നോട് വന്ന് ചോദിച്ചു, എൻ്റെ സഹോദരനെ കല്യാണം കഴിക്കാൻ അനുവാദം തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് അനുവാദം കൊടുത്തു, കാരണം എനിക്ക് അവളെ മടുത്തിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് അനുവാദം കൊടുത്തത്. സിമ്പിളായിട്ട് ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത് നമ്മുടെ ഒലീഗ് പറയുകയാണ്. ഒലീഗ് ഇതിൽ നിന്ന് വേറെ ലെവലിൽ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. എന്തൊക്കെയായിരിക്കും വൈക്കിങ്സ് നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കും. വേറെ ലെവൽ യുദ്ധങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ സമയത്ത് ഈഗിൾ എന്ന് പറഞ്ഞ കുട്ടി അതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഗഡ്കട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ബിയോ ഇങ്കിരിയാണ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്, ഞാൻ പോകുന്ന സ്ഥലത്തല്ല നീ വരുന്നില്ല, എന്താണ് കാരണം ചോദിക്കുകയാണല്ലോ ഇങ്കിരിൻ്റെ അടുത്ത്. ഇങ്കിരിയുടെ അപ്പം പറയുകയാണ്, അതിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നോ, ഞാൻ നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഭാഗ്യവും വിജയവും എല്ലാം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നിങ്ങളെ പിന്തുടരുന്നതെന്ന് നമ്മുടെ ബിയോങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ ബിയോങ് പറയുക, നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്, എനിക്ക് ഭാര്യയുണ്ട്, ഞാൻ അവളെ മാത്രം സ്നേഹിക്കുള്ളൂ എന്ന് നമ്മുടെ ബിയോങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്. ഇതേ സമയത്ത് അവിടെ ഇങ്കിരിട്ട് പറയുക, നിങ്ങളുടെ മാത്രം പ്രശ്നമെന്ന് പറയുകയാണ്. നമ്മുടെ ബിയോങ്ങിനെ എങ്ങനെയെങ്കിലും ഒന്ന് വലയിലാക്കാൻ വേണ്ടി ഇങ്കിരിട്ട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു രാജാവായി മാറാം എന്നൊക്കെ നമ്മുടെ ഇൻഗ്രീഡ് അവിടെ ബിയോനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തായി സംഭവിക്കാൻ വന്നവിടെ ഇൻഗ്രീഡിനെ ബിയോ കെട്ടോ ഇല്ലയോ, എന്തായി സംഭവിക്കാൻ നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ ഇൻഗ്രീഡിൻ്റെ അടുത്ത് പറയുകയാണ്, നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് മാറാൻ പോലുള്ള, എനിക്കൊരു ഭാര്യയുണ്ട്, ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് വീണ്ടും പറയുകയാണ്. അത് നിങ്ങളുടെ മാത്രം കാര്യമാണെന്ന് പറയുകയാണ്, അത് നിങ്ങളുടെ പ്രശ്നവുമാണ്.
അത് നിങ്ങൾ തന്നെ പരിഹരിക്കണമെന്ന് നമ്മുടെ ഇംഗ്ലീഷ് പറയുകയാണ്. ഇവിടെ എന്ത് സ്ഥാനമല്ല, ഒരു പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോലെ ഇവിടെ ലക്ഷ്യം എന്തായിരിക്കും കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് നമ്മുടെ ഇംഗ്ലീഷിന് ഉമ്മം കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിയോങ് വരുന്നുണ്ട്. പക്ഷേ ബിയോങ് ആരാണ്? ബിയോങ് നല്ലൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഉമ്മം കൊടുക്കാണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേപോലത്തെ കാര്യമാണ് ബിയോങ് വേറെ ലെവലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ബിയോങ് അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ ഇംഗ്ലീഷ് ആകെ നാറിപ്പോയിരിക്കുന്നു. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ വിക്സൊക്കെയാണ്. വിക്സൊക്കെ ആകെ നശിച്ച് നാരായണക്കല്ല് എടുത്തിരിക്കുകയാണ്. കാരണം കള്ളും കഞ്ചാവും അടിച്ച് ആകെ സീനായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരുടെ മോൻ കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ വിക്സിന്റെ മോൻ കണ്ടാൽ തന്നെ അറിയാം ആകെ സീനായിട്ടിരിക്കുകയാണ്. ആകെ ചുമച്ചൊക്കെ സീനായിട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വിക്സിന്റെ ബാക്കിൽ നിന്ന് ആരോ വരുന്ന പോലെ നമ്മുടെ വിക്സിന് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ആരായിരിക്കും നമുക്ക് നോക്കാം. അതിന് വിക്സിക്ക് എന്തായിരിക്കും വരുന്നതെന്ന് ഓർത്താക്കി ഇരിക്കുന്നത്. നേരെ വിക്സിന്റെ ബാക്കിൽ കൂടെ വരികയാണ്. എന്തായി സംഭവം നോക്കാൻ വിക്സിക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിൽ ആരും ഉണ്ടാവില്ല. എന്തായി സംഭവിക്കാൻ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ വിക്സിക്ക് പതിയെ ഫ്രണ്ടിലോട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ വിക്സിക്ക് ആകെ പേടിച്ച് പോകുന്നത്. നമ്മുടെ വിക്സിന്റെ ഫ്രണ്ടിൽ തന്നെ വിക്സിന്റെ കത്തിക്കരിഞ്ഞ ആ പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഐവർ കത്തിച്ച് കൊന്ന ആ പെണ്ണാണ് അവിടെ നിൽക്കുന്നത്. നമ്മുടെ വിക്സിന് ശരിക്കും വിഷമം വരികയാണ്. കാരണം വിക്സിക്ക് ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടിയാണ് നമ്മുടെ ഐവർ പച്ചക്ക് കത്തിച്ച് കൊന്നത്. ആർക്കായാലും ഭയങ്കര ദേഷ്യമുണ്ടാകും. പക്ഷെ നമ്മുടെ വിക്സിക്ക് ശരിക്കും വിഷമമുണ്ട്. ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എങ്ങനത്തെ രൂപത്തിലായാലും ഒരുപാട് സ്നേഹമുണ്ടാവും. പക്ഷെ നമ്മുടെ വിക്സിക്ക് പറയുകയാണ്, സോറി ഞാൻ നിന്നെ വിട്ട് പോകാൻ പാടില്ലായിരുന്നു എന്നാണ് വിക്സിക്ക് പറയുകയും എന്തായി സംഭവിക്കാൻ കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് അവിടെ വിക്സിന് ഒരുപാട് വിഷമമുണ്ട്. ഇത് അങ്ങനെ നമ്മുടെ വിക്സിക്ക് അത് ഓർക്കുന്നത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ വിക്സിന് കള്ളും കഞ്ചാവൊക്കെ അടിച്ചത് ഓർക്കുന്നത് മാത്രമാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ലഗാർത്തിയൊക്കെയാണ്. ലഗാർത്തി അടുത്തിട്ട് ആരൊക്കെ വരുന്നുണ്ട്, കുറേ ആൾക്കാർ നമ്മുടെ ലഗാർത്തിയുടെ സംഘം കൂടി വരുന്നുണ്ട്. എല്ലാം കാണാൻ സാധിക്കുന്നുണ്ടാവും. ലഗാർത്ത നോക്കി നിൽക്കുകയാണ്, എന്തായി സംഭവിക്കാമെന്ന് നോക്കാം. അത് ലഗാർത്തിനെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഇതേ സമയത്ത് അവരെല്ലാം നമ്മൾ ലഗാർത്തെ കാണാൻ വരികയാണ്. ലഗാർത്തി അങ്ങോട്ട് ചെല്ലുകയായ സമയത്ത് ഒരു സ്ത്രീ ചോദിക്കുകയാണ്, ആരും ലഗാർത്ത, നിങ്ങളാണ് ലഗാർത്ത എന്ന് ചോദിക്കുകയാണ് നമ്മൾ ലഗാർത്തയെ തന്നെ. സമയത്ത് ലഗാർത്ത പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് ലഗാർത്ത. സമയത്ത് ലഗാർത്ത ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും അടുത്ത ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞങ്ങളെല്ലാം പല ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് നിങ്ങളിവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് കാണാൻ വന്നാൽ നമ്മൾ ലഗാർത്ത പറയുകയാണ്. സമയത്ത് ലഗാർത്ത ചോദിക്കുകയാണ്, നിങ്ങളുടെ പുരുഷന്മാർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അതിലൊരു സ്ത്രീ പറയുകയാണ്, ഞങ്ങളുടെ പുരുഷന്മാരും ആൺമക്കളും എല്ലാം യുദ്ധങ്ങളിൽ മരിച്ചു പോയിരിക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ ശരിക്കും വിധവകളാണെന്ന് ഒരു സ്ത്രീ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ജീവിതം ഭയങ്കര കഠിനകരമാണെന്ന് നമ്മൾ ലഗാർത്തെ അടുത്ത് ആ സ്ത്രീ പറയുകയാണ്. ഇത് കേട്ടതോടെ നമ്മൾ ലഗാർത്ത ശരിക്കും വിഷമം ലഗാർത്ത മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. ഇത് നമുക്ക് ലഗാർത്ത പറയുകയാണ്, ഇതെല്ലാം എനിക്ക് മനസ്സിലാവുമെന്ന് നമ്മൾ ലഗാർത്ത പറയുകയാണ്. നമ്മളെല്ലാം പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമെന്ന് നമ്മൾ ലഗാർത്ത അവിടെ കൂടിയിരിക്കുന്ന എല്ലാ സ്ത്രീകളോടും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് എല്ലാവരും സന്തോഷമാവുകയാണ്. അങ്ങനെ ആ സ്ത്രീ നമ്മുടെ ലഗാർത്തിനെ കയം പിടിച്ച് ഉമ്മം വെക്കുന്നുണ്ട്. നമ്മൾ ലഗാർത്തക്ക് ശരിക്കും വിഷമമാവുകയാണ്. ആ ലഗാർത്തിനെ ആ സ്ത്രീയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി താഴ്ത്തിരിക്കുന്ന നമ്മൾ ഉബേനെ കാണിക്കുക. ഉബേക്ക് എന്തോ ഒരു പണിയിലാണ്, എല്ലാവരും കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ലഗാർത്ത ആ സ്ത്രീയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ടോറിനും അതിൻ്റെ അടുത്തിരിപ്പുണ്ട്. ഇതേ സമയത്ത് കാണിക്കുമ്പോൾ വിക്സിക്ക് കട്ട്കടി വെച്ചാൽ കള്ളും കഞ്ചാവൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഗുൺഹില്ലാണ് വരികയാണ്. ഗുൺഹില്ല നമ്മുടെ വിക്സിക്കിൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾക്ക് ആർക്കും ഇത് കണ്ടു നിൽക്കാൻ പറ്റുകയില്ല, നിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു വിക്സിക്ക് പറയുകയാണ്. പക്ഷേ നമ്മുടെ വിക്സിക്ക് അതൊന്നും കേൾക്കാണ്ട് വീണ്ടും കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വിക്സിക്കിനെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേ സമയത്ത് അവിടെ ഗുൺഹില്ല് പറയുക, നീ എന്തിനാണ് നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ നശിപ്പിക്കുന്നതെന്ന് നമ്മൾ ഗുൺഹില്ല് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വിക്സിക്ക് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ പല സ്ഥലത്തും പോയി നോക്കി, എൻ്റെ പെണ്ണിനെ കത്തിച്ച സ്ഥലം വരുത്തി ഞാൻ പോയി നോക്കി, പക്ഷെ അവിടെ എല്ലാം പോയിട്ടും ഞാൻ ഒരാളെ മാത്രമാണ് കാണുന്നത്, ഞാൻ ഐവറിനെ മാത്രമാണ് കാണുന്നത്, ഐവർ എന്നെ വേട്ടിയാടിക്കൊണ്ടിരിക്കുമെന്ന് അവിടെ വിക്സൊക്കെ പറയുകയാണ്. ശരിക്കും അത് ശരിയാണോ അല്ലോ, എന്തായിരിക്കും അവിടെ വിക്സിന്റെ പ്രശ്നം എന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഞാൻ എവിടെ പോയാലും ഐവർ എൻ്റെ ഒപ്പം തന്നെയുണ്ട്, എനിക്ക് എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നതെന്ന് നമ്മുടെ വിക്സൊക്കെ പറയുകയാണ്. ഇതെല്ലാം വിക്സിന്റെ വെറും തോന്നലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. നമ്മുടെ ഗുൺഹില്ല് പറയുകയാണ്, ഐവർ ഇവിടെ ഇല്ലാന്ന് പറയുമ്പോഴാണ് വിക്സൊക്കെ പറയുകയാണ്, തീർച്ചയായിട്ടും ഐവർ എൻ്റെ ഒപ്പം തന്നെയുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത. അതേ സമയത്ത് നമ്മുടെ വിക്സൊക്കെ പറയുകയാണ്, ഇപ്പോൾ എന്നെ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ബാക്കിൽ നിന്ന് എന്നെ അവൻ നോക്കുന്നുണ്ട്, എന്നെ അവനക്ക് എന്തോ ചെയ്യാൻ വേണ്ടിയാണ് അവൻ എന്നെ ഇപ്പോൾ നോക്കുന്നത്. അങ്ങനെ ഗുൺഹില്ല് തിരിഞ്ഞു നോക്കുമ്പോൾ ഗുൺഹില്ലിനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് ഗുൺഹില്ലാണ് വിക്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, വിക്സൊക്കെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഐവർ ഈ രാജ്യത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ വിക്സൊക്കെ പറയുക, നിങ്ങൾക്ക് മാത്രമാണ് അവരെ കാണാൻ സാധിക്കാത്തത്, കാരണം അവനൊരു പ്രേതമായിട്ടാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് പറയുക, അവനെ എന്തോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് പറയുകയാണ്. ഇതേ സമയത്താണ് വിക്സൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഗർഭിണിയാണ് ഗുൺഹില്ല് എന്ന് ചോദിക്കുമ്പോൾ ഗുൺഹില്ല് പറയുക, തീർച്ചയായിട്ടും അതെന്ന് പറയുകയാണ്. ഈ സമയത്ത് വിക്സൊക്കെ പറയുകയാണ്, എനിക്കും ഒരു മകനെയും വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ വിധി എനിക്ക് ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ല, ഞാൻ അവരെ കൊഞ്ചിക്കാൻ കുറേ ആഗ്രഹിച്ചത്, പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അവർ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. ഭയങ്കര ദയനീയമായ അവസ്ഥയാണ് വിക്സൊക്കിൻ്റെ. എൻ്റെ വിക്സൊക്കെ കരയുകയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്ന കുട്ടികളെ, പക്ഷേ അതൊന്നും എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഗുൺഹില്ല് ശരിക്കും സങ്കടം വരികയാണ്. ഇത് കാണുന്ന എല്ലാവർക്കും ശരിക്കും സങ്കടം വരികയാണ്. കാരണം നമ്മുടെ ഐവർ എന്ത് ക്രൂരനാണ്, ഒരു പെണ്ണിനെ പച്ച കത്തിച്ച് കൊന്നിരിക്കുക, അത് ഒരുപാട് സ്നേഹിച്ചിരുന്നതാണ് വിക്സൊക്കെ. അങ്ങനെ വിക്സൊക്കെ ശരിക്കും കരയുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാമെന്ന് നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ വിക്സൊക്കെ നോക്കുമ്പോഴും ഐവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിക്സൊക്കിൻ്റെ മനസ്സിലെപ്പോഴും ഐവറിൻ്റെ ചിന്ത മാത്രമാണുള്ളത്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത്. ഇനി എന്തായി സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ഒല്ലീഗിൻ്റെ രാജകൊട്ടാരത്തിലോട്ട് വരികയാണ്.
ഇനി എന്തായാലും സംഭവിക്കാമെന്ന് നോക്കാം. അവിടെ ഒലീഗും ഐവറിൻ്റെ കൂടെയുള്ള കുട്ടികൾ ഈഗിളൊക്കെ നേരെ കൊട്ടാരത്തോട് വരികയാണ്. അങ്ങനെ അവിടെ ഈഗിൾ സഹായിക്കുകയാണ് ഐവറിൻ്റെ വടി വാങ്ങി വെക്കുന്നുണ്ട്. ഐവറിനെ ഇറങ്ങാൻ വേണ്ടി സഹായിക്കുകയാണ്. നല്ലൊരു കുട്ടിയാണെന്നാ തോന്നുന്നു. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന നോക്കാം. ഇതേ സമയത്ത് നമ്മുടെ ഒലീഗ് പറയുകയാണ്, ആ കുട്ടിയെ നോക്കിക്കൊണ്ട് ആ കുട്ടിയെ സംഭവിച്ചു നിന്റെ മാത്രം ഉത്തരവാദിത്തം വന്ന ഒരു ബടനോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് നമ്മുടെ ഒലീഗ് നേരെ കൊട്ടാരത്തിൻ്റെ അകത്തോട് കയറി പോവുകയാണ്. അത് നമ്മുടെ ഐവർ നേരെ നടന്ന് ചെല്ലുന്നത് എന്തായാലും നടക്കാൻ പോകുന്നത്, നമ്മുടെ കുട്ടി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഈ സമയത്ത് ലഗാർത്തെ ഉപയൊക്കെ സംസാരിക്കും. ലഗാർത്ത് പറയുകയാണ്, നിങ്ങൾ സമുദ്രത്തിൽ കൂടെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പോകുകയാണ്, ഒരു പുതിയ ദ്വീപാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒട്ടും നന്നാവില്ല. കാരണം നമ്മുടെ ഫ്ലോക്കിയുടെ ദ്വീപൊക്കെ അന്വേഷിച്ച് നമ്മുടെ ഉപയോഗം പോകുന്നുണ്ട്. ഇതേ സമയത്ത് അപ്പോൾ നമ്മുടെ ടോറൻ ചോദിക്കുക, ലഗാർത്ത് നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഗാർത്ത് പറയുകയാണ്, കുട്ടികൾ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൊണ്ടുപോയത് കാരണം നിങ്ങൾ പുതിയൊരു ദ്വീപാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അവിടെ എന്തൊക്കെ ആപത്ത് ഒളിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികൾ എൻ്റെ ഒപ്പം നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് അവരെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ ലഗാർത്ത ടോറിനെ ഉപേനം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇത് സമയത്ത് നമ്മുടെ ടോറൻ ചോദിക്കുകയാണ്, ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായാലോ എന്ന് നമ്മുടെ ടോറൻ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ആയിരിക്കും, പക്ഷേ എനിക്ക് അവരൊരു തുണി ആയിരിക്കുമെന്ന് നമ്മൾ ലഗാർത്ത അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്തായി നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ലഗാർത്ത പറഞ്ഞ കൂട്ട് ആ കുട്ടികളോട് ഏൽപ്പിച്ചിട്ട് പോവില്ല, എന്തായാലും നടക്കാൻ പോകുന്ന നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അത് ലഗാർത്ത് പറയുകയാണ്, ആ കുട്ടികളെ തന്നെ നിർത്തിയിട്ട് പോകുന്നതായി നിങ്ങൾക്ക് ഒരുപാട് നല്ലതായിരിക്കുമെന്ന് പറയുകയാണ്. അതിനോട് യോജിക്കുകയാണ്. നമ്മുടെ ടോറിയ സമയത്ത് ഉപേ പറയുകയാണ്, നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, നീ ഇപ്പോൾ ഗർഭിണിയാണ്, നീ എൻ്റെ വരേണ്ട ഒരു ആവശ്യമില്ല എന്ന് അവിടെ ഉപേ പറയുകയാണ്. നമ്മുടെ ടോറിനെ ആകെ പൊളിക്കുകയാണ്. ടോറിന് ഇപ്പോൾ ഭക്ഷണം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടോറിനെ ഇത് കേട്ടുകൂടി ആകെ പൊളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടോറി നേരെ ഉപയെ ചെറുതായിട്ട് നോക്കുന്നുണ്ട്. അവിടെ ഉപേടുത്ത് പറയുകയാണ്, നീ എന്തൊക്കെയാണ് പറയുന്നത് ഉപേ, ഞാൻ ഗർഭിണിയാണെന്ന് വിചാരിച്ച് ഞാൻ നിൻ്റെ വരാതിരിക്കുന്നത് എന്താ, ഞാൻ എപ്പോഴും പുരുഷന്മാരെ കാണ്ടടിയിലാണ് ജീവിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ടോറിൻ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പെണ്ണുങ്ങളെ ഒരു പുച്ഛമാണ്, അവർ ഗർഭിണിയാണെങ്കിൽ അവരെവിടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ ഒരു മനോഭാവമാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് നീ എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത്, എനിക്ക് വല്ല പ്രാന്ത് നോക്കാൻ അവരെ ടോറിൻ ചോദിക്കുകയാണ്. ടോറിന് ശരിക്കും ദേഷ്യം വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് വല്ല ഗർഭിണിയായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞ ഉദ്ദേശിച്ചില്ല, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞാൽ പറയുകയാണ് നമ്മുടെ ഉപേ. ഇതേ സമയത്ത് ടോറിൻ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുച്ഛമാണ് സ്ത്രീകൾ ഗർഭിണിയെങ്കിൽ അവർക്കൊന്നും കഴിയാൻ പറ്റിയ അവസ്ഥയാണെന്ന് തോന്നുന്നത്, പക്ഷേ സ്ത്രീകൾ ശരിക്കും ശക്തിയുള്ളവരാണെന്ന് പറയുകയാണ്. നിങ്ങൾ എങ്ങോട്ട് പോയാലും നിങ്ങളുടെ വരി ഉപയെന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങോട്ട് ചായാലും നിങ്ങളുടെ ഒപ്പം ഞാൻ ചാടുമെന്ന് ഉപയെടുത്ത് പറയാൻ ടോറിൻ എന്തൊക്കെയൊക്കെ നടക്കാമോ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇത് കാണിക്കുന്ന നമ്മുടെ ഗഡ്കട്ടാണ്. ഗഡ്കട്ട് നമ്മുടെ ഗുൻഹിൽഡ് ബിയോങ് സംസാരിക്കുന്ന ഗുൻഹിൽഡ് ചോദിക്കുക, അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു കാരണം കിങ് ഹാലിനെ രക്ഷിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു കാരണം ചോദിക്കുമ്പോൾ ഞാൻ ഗുൻഹിൽഡിനെ ചോദിക്കുക, എനിക്കെന്താ ഭ്രാന്താണെന്ന് നീ ചോദിക്കുന്നത്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും, തീർച്ചയായും കിങ് ഹാലിനെ രക്ഷിക്കുമെന്ന് ബിയോങ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യുദ്ധം കാണാൻ സാധ്യത നമുക്ക് തോന്നാം. ഇതേ സമയത്ത് നമ്മുടെ ഗുൻഹിൽ പറയുകയാണ്, വിക്സിൻ്റെ കാര്യം വളരെ മോശമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ബിയോങ് പറയുകയാണ്, എനിക്കറിയാം അവൻ്റെ കാര്യം വളരെ മോശമാണെന്ന്, ഇങ്ങോട്ട് ഉബയും ടോറിൻ വന്ന് ഗഡ്കട്ട് നോക്കിക്കോളും, നിന്നെയും ചേർത്ത് നോക്കുമെന്ന് പറയുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗഡ്കട്ടിനെ വലിയൊരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റണം, അതാണ് ലക്ഷ്യം. പിന്നെ ഗഡ്കട്ടിനെ ഭൂപടത്തിൽ അകപ്പെടുത്തണമെന്നും നമ്മുടെ ബിയോങ് പറഞ്ഞ് മനസ്സിലാക്കിയ സമയത്ത് നമ്മുടെ ബിയോങ് ഓരോ കാര്യം പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഗുൻഹിൽ ചോദിക്കുക, നിങ്ങൾ ഇനി യാത്ര ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബിയോങ് പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും യാത്ര ചെയ്യില്ല, കാരണം എൻ്റെ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നതെന്നാണ് ബിയോങ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കാരണം ഇനി ഗഡ്കറിനെ ഏറ്റവും ഉന്നമതിയിൽ എത്തിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് നമ്മുടെ ബിയോങ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവനെ ഗുൻഹിൽഡിനെ. അങ്ങനെ ഗുൻഹിൽഡിൻ്റെ അടുത്ത് യാത്ര പറയുകയാണ് ബിയോങ്. എന്തായാലും അവിടെ കിങ് ഹാലിനെ രക്ഷിക്കാൻ വേണ്ടി ബിയോങ് പോവുകയാണെങ്കിൽ എന്തൊക്കെയൊക്കെ നടക്കാൻ പോകുന്നത്, കിങ് ഹാലിനെ രക്ഷിക്കുകയോ ഇല്ലയോ, അത് ബിയോങ് അവിടെ തടവിലാവോ, എല്ലാം നമുക്ക് ഈ സീസണിൽ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അത് നേരെ അവർ ചെല്ലുകയാണ്. ഇതേ സമയത്ത് കാണിക്കുമ്പോൾ ലഗാർഡ് സ്ഥലമാണ്. ലഗാർഡ് സ്ഥലത്ത് പുതിയ കൃഷി ചെയ്യാൻ വേണ്ടി ദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ബലി നൽകാൻ പോവുകയാണ്. അതായത് ഈ സ്ത്രീയാണ് ബലി നൽകാൻ പോകുന്നത്. എല്ലാവരും അപ്പുറത്തിപ്പുറത്തെ കൂടി നിൽക്കുമ്പോൾ ലഗാർഡ് കാണാൻ അടിപൊളിയാണ്. ലഗാർഡ് കിടിലായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതേ സമയത്ത് ഇനി എന്തായാലും നടക്കാൻ നമുക്ക് നോക്കാം. ഈ സമയത്ത് നമ്മുടെ ബിയോങ്ങുള്ള സ്ഥലമാണ് കാണിക്കുക. അങ്ങോട്ട് ആരും വരുന്നത്, ആരായിരിക്കും എന്തായിരിക്കും ഒക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ബിയോങ്ങിനെ വളക്കാൻ നോക്കി ആ പെണ്ണായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നേരെ ബിയോങ്ങിൻ്റെ അടുത്തോട്ട് വരികയാണ്. ഇനി എന്തായാലും നടക്കാൻ നമുക്ക് നോക്കാം. അങ്ങനെ ബിയോങ്ങിൻ്റെ അവിടെ നേരെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ബിയോനെ വശീകരിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നത്, എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് നോക്കാൻ. ബിയോങ് വശീകരിച്ച് അകപ്പെടോ ഇല്ലോ എന്തായാലും നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ബിയോങ് ആ വശീകരത്തിൽ ഏർപ്പെട്ട് പോവുകയാണ്. അതിനെ ഇൻഗ്രീഡ് വിജയിച്ചിരിക്കുന്നു. ഇൻഗ്രീഡ് മനസ്സിൽ എന്താണ് നടക്കാൻ വിചാരിച്ചാൽ നടന്നിരിക്കുക. ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഗ്രീഡ് ആരാ മോളെന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഭയങ്കര വലിയൊരു മോൾ തന്നെയാണ് അവൾ. ഇതേ സമയത്ത് നമ്മുടെ ലഗാത്തിൽ അവിടെയാണെങ്കിൽ മൃഗത്തെ ബലി കൊടുക്കാൻ പോവുകയാണ്. നല്ല കിടില വില വലിയൊരു കത്തിയൊക്കെ എടുത്തിട്ടാണ് മൃഗത്തെ അറക്കാൻ പോകുന്നത്. അതിന് ദൈവങ്ങൾക്ക് പ്രീതിക്ക് വേണ്ടിയാണ് ബലി കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് അവിടെ ബിയോങ് നേരെ കിങ് ഹാലിനെ രക്ഷിക്കാൻ വേണ്ടി കുറേ കപ്പലുകളായിട്ട് പോവുകയാണ്. കപ്പലുണ്ടെങ്കിൽ എന്തായിരിക്കും യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഷട്ടിൽ കയറ്റുണ്ട്. ഇതേ സമയത്താണ് ഗുൻഹിലിന് ശരിക്കും വശമുണ്ട്. ഇതേ സമയത്ത് ഇൻഗ്രീഡ് നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ടോർവിനും ഉബൈ നേരെ ഗഡ്കട്ടിയോട് ചെല്ലുകയാണ്. ഇപ്പോൾ ഗഡ്കട്ടിയിൽ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഇവരെയാണ് അവിടെ ബിയോങ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കുട്ടികളോട് യാത്ര പറഞ്ഞ് അവർ നേരെ ഗഡ്കട്ടിലോട്ട് പോവുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്ന നോക്കാൻ ഉബൈ പറയുക നമ്മൾ
നമ്മൾ ഉടനെ തന്നെ കണ്ടുമുട്ടുമ്പോൾ ഉബ പറഞ്ഞിട്ട് ഉബ അവിടുന്ന് പോവുകയാണ്. ഇതിൻ്റെ സമയത്ത് ടോറിൻ കുട്ടികളോട് പറയുക, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ലഗാത്ത പറഞ്ഞ എല്ലാ കാര്യവും മനസ്സിലാക്കണം, നമുക്ക് ഒരുമിച്ച് ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന് പറയുകയാണ്. നമ്മുടെ ടോറിൻ എന്തൊക്കെയാണ് നടക്കാമോ എന്ന് നോക്കാം. ആ ടോറിൻ അവിടുന്ന് പോവുകയാണ്. ടോറിന് ഒരുപാട് വിഷമമുണ്ട് കുട്ടികളെ പിരിയുന്നത് എല്ലാ അമ്മമാർക്കും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ടോറിനും ഉണ്ട് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന. അതേ സമയത്ത് കാണിക്കുമ്പോൾ ഒലീഗിനെയും ഐവറിനെയും അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഐവർ ചോദിക്കുക, നമ്മൾ എപ്പോഴാണ് ഗഡ്കട്ടിനെ ആക്രമിക്കാൻ പോകുന്നത് ചോദിക്കുമ്പോൾ നമ്മുടെ ഒലീഗ് പറയാം, തീർച്ചയായിട്ടും നമ്മൾ ഗഡ്കട്ടിനെ ആക്രമിക്കാൻ പോകും, അതിനെ കുറച്ച് സമയം വേണം, കാരണം എൻ്റെ കപ്പലുകളെല്ലാം എനിക്ക് റെഡിയാക്കാൻ പിന്നെ ആൾക്കാർക്ക് വിളിച്ച് ചേർക്കാൻ സമയം എനിക്ക് വേണമെന്ന് പറയുകയാണ് നമ്മുടെ ഒലീഗ്. ഈ സമയത്ത് ഒലീഗ് പറയുകയാണ്, അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു തീരുമാനമെടുക്കണം. കാരണം അവന് ആദ്യമായി എൻ്റെ മേൽ ഇത്രയും കുരച്ചിരിക്കുന്നത് അവൻ്റെ വിചാരം അവനൊരു സിംഹമാണെന്നാണ് വിചാരം. നമ്മുടെ ധീരനെ പറ്റിയാണ് പറയുന്നത്, അവൻ ശരിക്കും ഒരു പട്ടിയാണ്, പട്ടിക്ക് സമമാണെന്നാണ് നമ്മുടെ ഒലീഗ് പറയുന്നത്. അവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തേ പറ്റുമെന്ന് നമ്മുടെ ഒലീഗ് പറയുകയാണ്. എന്താ അവനെയും തട്ടിക്കളയാനായിരിക്കും വിചാരിച്ചിരിക്കുന്നത്, എന്തായിരിക്കും നടക്കാമോ കണ്ടതിനെ മനസ്സിലാക്കാം. നമ്മുടെ ഐവനാണ് ഗഡ്കട്ട് വേണം, നമ്മുടെ ഒലീഗിന് ഗഡ്കട്ട് വേണം, കാരണം നമ്മുടെ ഒലീഗും ഒരു വൈക്കിംഗ് ആയിരുന്നു, പിന്നെ ക്രിസ്ത്യാനായി മാറിയതാണ്. ഇതേ സമയത്ത് കാണിക്കുക ധീരൻ്റെ കുടുംബമാണ്, അവർ നല്ല സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് തിരിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ. ഇതേ സമയത്ത് ഒലീഗ് അയച്ച ആൾക്കാരെ കുതിരപ്പത സിമ്പിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധീരൻ്റെ ബാക്കിൽ കൂടെ ധീരാണ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അവസാനത്തെ ചിരിയാണ് ധീര എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് മിന്നൽ ആക്രമണമായിരുന്നു, ഒറ്റയടി കയറി ആക്രമിക്കുകയാണ്. എല്ലാവരും പേടിച്ച് വരണ്ട് ഓടുന്നുണ്ട്, പക്ഷേ ഇനി എന്തായി സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ധീർ മാത്രം അവിടെ ഇരിക്കുകയാണ്. ധീറിൻ്റെ ബാക്കിൽ കൂടെ ഒരു കുതിരപ്പുറത്ത് ഒരാൾ വരുന്നുണ്ട്, പക്ഷേ ധീർ അരയിൽ നിന്ന് വാഴത്ത് പൊരുതുന്നുണ്ട്. പക്ഷേ എത്ര നേരം പൊരുതും, കുറേ കുതിരക്കാരുണ്ട്, ഇവനാണെങ്കിൽ ഒരു പോരാളി മാത്രമാണുള്ളത്, പക്ഷേ കുറച്ച് കാവൽക്കാരെ കൊന്നു കളയുന്നുണ്ട്. അതായത് അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു, അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക, അതിനൊക്കെ നമ്മൾ അപ്പം മറുപടി തരുന്നതായിരിക്കും. ഇതേ സമയത്ത് ലഗാർത്തിനെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്, കഥ പറഞ്ഞ് അവർ ഉറക്കുകയാണ്. ഇതേ സമയത്ത് കാണിക്കാൻ നാട് കടത്തി അതിൽ ഒരുത്തൻ എങ്ങോട്ട് പോവുകയാണ്. അവൻ ഏതൊരു ഗ്രാമത്തിൽ നിന്ന് ഓട്ടം വെച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, നാട്ടുകാരെയൊക്കെ വിരട്ടി അവരൊക്കെ കൊന്ന് അവരെ സ്വത്തുക്കൾ എടുത്താണ് ഇപ്പോൾ ഇവരങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ കുട്ടികൾ ഓർക്കുകയാണ്, ഇവനാണ് എങ്ങോട്ട് പോകുക എങ്ങാന്ന് നോക്കാം. ഇവനെങ്ങനെയായിരിക്കും ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ പോകുന്നത് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് ലഗാത്തിനെ കുട്ടികൾ ഇങ്ങനെ കഥ പറഞ്ഞു തന്നെ ഇരിക്കുകയായിരിക്കും. ഇനി എന്തായി സംഭവിക്കാമെന്ന് നോക്കാം. ഇങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലും അവനെ നോക്കുന്നുണ്ടോ നോക്കുന്നത്. ഇവർ രാജ്യദ്രോഹിയാണ്, ഇവൻ്റെ മുദ്ര തലയിൽ കാണാം. അത് ലഗാത്ത വീണ്ടും കുട്ടികൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവനാണ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എങ്ങനെയായിരിക്കും പോകുന്നത്, എന്തിനായിരിക്കും പോകുന്നതെല്ലാം നമുക്ക് നോക്കാം. ഇതേ സമയത്ത് ഗ്രാമത്തിൽ എത്തുകയും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഇവനെ ആരും നോക്കുന്നുണ്ടോ എന്നാണ് ഇവൻ നോക്കുന്നത്. അങ്ങനെ ഗ്രാമത്തിൽ വീണ്ടും അകത്തോളം കയറി ചെല്ലുകയാണ്. ഇതേ സമയത്ത് നമ്മൾ ലഗാത്തിനെ ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുട്ടികളെല്ലാം ഉറങ്ങുകയാണ്. പക്ഷേ ലഗാത്തക്ക് എന്തോ കാര്യം അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അവൻ നേരെ ചെന്ന് ഡോർ ചവിട്ടി തുറക്കുമ്പോൾ നമ്മൾ ലഗാത്തെ കാണാമെന്ന സ്ത്രീയാണ് കാണുന്നത്. വേറെ ഒന്നും നോക്കില്ല, കോടാലി ഉണ്ട്. അവളുടെ കഥയും അവൻ കഴിച്ചിരിക്കുന്നത് ഇത്രയും ക്രൂരനാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ഒലീഗിനെയൊക്കെയാണ്. ഒലീഗിനെ കൊട്ടാരത്തിൽ ധീരനെ കൊണ്ടുവരികയാണ്. ധീരനെ ഒലീഗിനെ സൈന്യം പിടിച്ചിരിക്കുന്നത്, എന്തായാലും നടക്കാമോ നോക്കാം. ഈ സമയത്ത് നമ്മുടെ ഒലീഗിൻ്റെ അടുത്ത് ധീർ ചോദിക്കുകയാണ്, നീ എന്തിനാണ് പിടിച്ചിരിക്കുന്നത്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നിനക്ക് വാഗ്ദാനം ചെയ്തല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, നീ പറഞ്ഞ കൂടി ഞാൻ നിനക്ക് സുരക്ഷിതമായിട്ട് ഈ കൊട്ടാരത്തിലോട് വരാനുള്ള എല്ലാ കാര്യം ചെയ്ത് തന്നില്ല, പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, ഇതൊരു വിശ്വാസ വഞ്ചനയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒലീഗ് പറയുകയാണ്, നീ എനിക്ക് നേരെ ശബ്ദിച്ചിരിക്കുന്നു, എനിക്ക് അതിനുള്ള ശിക്ഷ എന്തായാലും എനിക്ക് തന്നേ പറ്റുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ധീർ പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ എന്നെ ഇപ്പോൾ വിട്ടയച്ചാൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് വാഗ്ദാനം തരികയാണ്, ഞാൻ നിനക്ക് ഒരു അക്ഷരം പോലും മിണ്ടില്ല എന്ന് നമ്മുടെ ധീർ പറയുകയാണ്. ധീർ ശരിക്കും പേടിച്ചാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഒലീഗ് പറയുകയാണ്, എനിക്ക് നേരെ ആദ്യമായിട്ടാണ് ഒരാൾ കുരക്കുന്നത്, അവനിക്ക് നേരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും ഞാൻ അങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറയുകയാണ്. എന്തായാലും ചെയ്യാൻ പോകുന്ന കണ്ടു തന്നെ മനസ്സിലാക്കും. അതേ സമയത്ത് ധീർ പറയുകയാണ്, നിന്നെ വെറുതെ വിടുന്ന സഹോദര, എന്നെ വെറുതെ വിടാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നത്. ഞാൻ ആരെ വേണമെങ്കിലും പിടിച്ച് സത്യം വിടാന്ന് പറയുകയാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മുടെ ഒലീഗും ധീർന്നും കൂടി അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് സാധനത്തിലുള്ള ആൾക്കാരും കൊണ്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ഒലീഗ് ധീറിനെ കൊണ്ടുപോകുന്നതെല്ലാം നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്തായിരിക്കും നോക്കാം. ഈ സമയത്ത് നേരെ ചെല്ലുന്നത് ഒരു ടോർച്ചർ റൂമാണ്. അതായത് നമ്മുടെ സൈക്കോ, അതായത് നമ്മുടെ ഒലീഗിൻ്റെ ടോർച്ചർ റൂം. ഇവിടെ ടോർച്ചർ ചെയ്ത ആൾക്കാരെ കൊല്ലുന്നതാണ് നമ്മുടെ ഒലീഗിൻ്റെ ഏക ഹോബി. അവിടെ കുറേ കത്തികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ധീർ ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഒലീഗ് പറയുക, അതൊക്കെ ഉണ്ട് മോനെ, നീ കണ്ടു തന്നെ മനസ്സിലാക്കിയോളം പറയുകയാണ്. നീ എന്തിനെ തൊട്ട് സത്യം ചെയ്യാന്ന് പറഞ്ഞില്ലേ, നീ ഓടിനെ പിടിച്ച് സത്യം ചെയ്യാൻ പറയുകയാണ്. പക്ഷേ നമ്മുടെ ഇവൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഓടിനെ കുറിച്ച് സത്യം ചെയ്യില്ല, കാരണം ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അതുകൊണ്ടാണ് ഓടിനെ കുറിച്ച് സത്യം ചെയ്യാന്ന് പറയുകയാണ്. സമയത്ത് അപ്പോൾ ഒലീഗ് പറയുകയാണ്, അങ്ങനെ ആവട്ടെ എന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇതേ സമയത്ത് എന്തായിരിക്കും ഇവനെ ടോർച്ചർ ചെയ്യാൻ പോകുന്നത് കണ്ടു തന്നെ മനസ്സിലാക്കി. ഇവൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും ഓടിനെ കുറിച്ച് സത്യം ചെയ്യില്ല എന്ന് വീണ്ടും പറയുകയാണ്. സമയത്ത് ഒരു ചൂടുള്ള കമ്പെടുത്തിന് പറയുകയാണ്, എന്തിനായി കമ്പെടുത്തും പറയുന്നത്, ഇവനൊക്കെ വെറും സൈക്കോ നോക്കി ഇതിൽ നിന്ന് മനസ്സിലാക്കുക. കമ്പെടുത്ത് നേരെ എന്തായാലും ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. കമ്പെടുത്ത് അവൻ്റെ മുഖത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്, മുഖം പൊള്ളിക്കാനാണ് അല്ലെങ്കിൽ മുഖം തുളയിടാനാണ്, എന്തിനാക്കും നോക്കാം. ഇത് അവൻ പറയും വേണ്ട വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ചിലപ്പോൾ ഉബേനെയാണ് കാണിക്കുന്നത്. ഉബ പറയുക, ഒരിക്കലും എൻ്റെ അച്ഛൻ കിങ് റഗ്നനോട് ഇരുന്നത്, പിന്നെ എൻ്റെ അമ്മയോട് ഇരുന്നിട്ടുണ്ട്, പിന്നെ ലഗാർത്തിയോട് ഇരുന്നിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ സഹോദരൻ
ബിയോങ് അയൺസൈഡാണെന്ന് പറയുകയാണ് നമ്മുടെ ഉബെ. ഈ സമയത്ത് നമ്മുടെ ഉബെ പറയുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമുക്ക് ഗഡ്കരിയിൽ തുടർന്ന് പോയേ പറ്റൂ. ഗഡ്കരിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അത് സഹായിക്കും. അയൽക്കാർ തമ്മിലുള്ള പ്രശ്നവും കൊലപാതക കുറ്റങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് തീർപ്പാക്കി തരുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഉബെ പറയുകയാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കച്ചവട മാർഗം നമ്മൾ ശരിക്കും ശക്തിപ്പെടുത്തണം. ആൽഫ്രഡ് രാജാവായിട്ടും റോളോ രാജാവായിട്ടും, റോളോ എന്ന് വെച്ചാൽ മറ്റേ വൈക്കിങ്സ് റോളോനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അവരായിട്ട് കച്ചവട ബന്ധം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നു. അതുവഴി നമുക്ക് ഗഡ്കരിയിൽ ലോകത്തെ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമാക്കി മാറ്റാമെന്നാണ് ഉബെ പറയുകയാണ്. അങ്ങനെ ചെയ്യുന്നവരെ നമ്മുടെ പേര് നീളുമെന്ന് നമ്മുടെ ഉബെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതേ സമയത്ത് ഗഡ്കരിലെ കുറച്ച് ചിരിക്കുന്നുണ്ട് ചെയിൻ വരെ നീളുമെന്ന് പറയുമ്പോൾ. ഇതേ സമയത്ത് നമ്മുടെ ഉബെ പറയുകയാണ് അത് അത്ര ദൂരമുള്ള കാര്യമല്ല എന്ന് പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഉബെ പറയുക ഇതെല്ലാം നയിക്കുന്നതിൻ്റെ സഹോദരൻ വിക്സക്കായിരിക്കും. അവനായിരിക്കും കച്ചവട കേന്ദ്രത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നതെന്ന് പറയുകയാണ്. അതേ സമയത്ത് വിക്സക്കിന് നോക്കും, വിക്സക്കിനെ അവിടെ കാണുന്നില്ല. അതേ സമയത്ത് വിക്സക്ക് ഇടയിൽ ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുക ഞാൻ പോയി നോക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ വിക്സക്കിനെ നോക്കാൻ വേണ്ടി നമ്മുടെ ആ പെണ്ണ് പോവുകയാണ്. ആ പെണ്ണിൻ്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതേ സമയത്താണ് വിക്സക്കാണ് കള്ളും കഞ്ചാവും അടിച്ച് ആകെ സീനായിട്ട് ഇരിക്കുകയാണ്. ഇവർക്ക് ഭ്രാന്താന്ന് തോന്നുന്നത്. ഇതേ സമയത്ത് നമ്മുടെ വിക്സക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ പുറത്ത് ആരോ വന്ന് കൊട്ടുമ്പോൾ ആരാന്ന് ചോദിക്കുകയാണ്. അതായത് ആ പെണ്ണാണ്. വിക്സക്കിനെ അന്വേഷിച്ചു ആ പെണ്ണാണ്. പക്ഷേ നമ്മുടെ വിക്സക്കാണെങ്കിൽ തുറക്കുന്നില്ല. അങ്ങനെ എഴിഞ്ഞ് പോയി നമ്മുടെ വിക്സക്ക് തുറക്കുകയാണ്. കാരണം അവിടെ വിക്സക്കിന് ശരിക്കും വിക്സക്ക് ആകെ തകർന്ന് പോയിരിക്കുകയാണ്. അതിനെ വിക്സക്കിന്റെ മുഖം കണ്ടത് നമുക്കറിയാം അവൻ ആകെ ഇല്ലാണ്ടായിരിക്കുകയാണ്. വിക്സക്ക് ആ പെണ്ണ് വിളിക്കുകയാണ്. വിക്സക്ക് നീ എന്താണ് കാണിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ നീ സ്വയം നശിക്കുന്നതെന്നല്ല ആ പെണ്ണ് ചോദിക്കുകയാണ്. വിക്സക്ക് ശരിക്കും കള്ളിനും കഞ്ചാവിനും അടിമയൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിന്റെ മുഖം തന്നെ കണ്ടറിയാം അവന് ആകെ സീനായിരിക്കും. ഇനി എന്തായാലും നടക്കാമെന്ന് നോക്കാം. ഈ സമയത്ത് വിക്സക്കിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. വിക്സക്ക് നേരെ അകത്തോട് കയറി ചെല്ലുമ്പോൾ വിക്സക്കിനെ സമാധാനിപ്പിക്കുന്നു. പക്ഷേ വിക്സക്ക് ആകെ കാണുന്നത് വിക്സക്കിൻ്റെ ആ കത്തിക്കരിഞ്ഞ പെണ്ണിനെ മാത്രമാണ് കാണുന്നത്. പോറാന്ന് പറഞ്ഞ പെണ്ണിനെ മാത്രമാണ് കാണുന്നത്. വിക്സക്കിന് ഒരുപാട് വിഷമമുണ്ട്. ഇതേ സമയത്ത് അവൾക്കും ഒരുപാട് വിഷമമുണ്ട്. വിക്സക്കിന് ഒരുപാട് ഇഷ്ടമുള്ള പെണ്ണാണ് ഇപ്പോൾ നമ്മുടെ വിക്സക്കിൻ്റെ അടുത്തിരിക്കുന്നത്. പക്ഷേ വിക്സക്കിന് ഇപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇനി എന്തായാലും നടക്കാമോ നോക്കാം. അങ്ങനെ വിക്സക്കിനെ കത്തിച്ച് കൊന്ന ആ പെണ്ണിനെ കാണിക്കുന്നുണ്ട്. ഇവൾക്കും ഒരുപാട് സങ്കടമുണ്ട്. വിക്സക്കിൻ്റെ ഈ നില കണ്ടിട്ട് ഇനി എന്തായാലും നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ലഗാർത്തിയാണ് കാണിക്കുന്നത്. ലഗാർത്തി അടുത്ത ആൾക്കാർ ഓടി വരികയാണ്. ഇന്നലെ രാത്രി ഗ്രാമത്തിൽ ഒരു കാര്യം നടന്നു. നമ്മുടെ ആ സ്ത്രീ അവർ കൊന്നിരിക്കുന്നു പറയുകയാണ്. ആ ലഗാർത്തിക്ക് ഒരുപാട് സങ്കടമാകുന്നു. കാരണം ലഗാർത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ സ്ത്രീയെ അരിങ്കൊല ചെയ്തിരിക്കുന്നു പറയുമ്പോൾ ലഗാർത്ത് പതിയെ നടന്നാണ് ചെല്ലുകയാണ്. എന്തായാലും നടക്കാമോ നോക്കാം. കാരണം ലഗാർത്തിക്ക് ഒരുപാട് സങ്കടമായി. കാരണം ലഗാർത്ത് വാളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വേറെ ലെവലായിരുന്നു. ലഗാർത്ത് കിടിലനെ ഒരു പോലെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ലഗാർത്ത് നേരെ ആ തുണി എടുത്ത് മാറ്റുകയാണ്. കാരണം ലഗാർത്തിക്ക് ഒരുപാട് വിഷമുണ്ട്. ആ തുണി എടുത്ത് മാറ്റുമ്പോൾ കുറെ മർദ്ദിച്ചാണ് ആ സ്ത്രീയെ കൊന്നിരിക്കുന്നത്. അതായത് എല്ലാവർക്കും അറിയാം ആരെ മർദ്ദിച്ചെന്ന് ആരെ കൊന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സമയത്ത് ലഗാർത്ത് പറയുകയാണ് നമ്മൾ ഇവരൊന്നും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇനി എന്തായാലും നമ്മൾ ലഗാർത്ത് ചെയ്യാൻ പോകുന്നോ കണ്ടു തന്നെ മനസ്സിലാക്കാവുന്ന, ഇനി എന്തായാലും നടക്കാൻ പോകുന്നോ കണ്ടു തന്നെ മനസ്സിലാക്കി. ഇതേ സമയത്ത് കിങ് ഹാൻഡിൻ്റെ സ്ഥലമാണ്. കിങ് ഹാൻഡിനെ പൂട്ടിയിട്ടേക്കുകയാണ്. അതിന് ഭക്ഷണം കൊടുക്കുകയാണ് കിങ് ഹാൻഡിന്. ഇതിനാണ് കിങ് ഹാൻഡ് അവൻ എങ്ങനെയും കൈയെടുക്കാൻ നോക്കുകയാണ്. അവനത് പറയുകയാണ് നീ ഇല്ലാതെ ഞാൻ മരിച്ചു പോയത്, നീ എനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം തരുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് പറയുകയാണ്. എന്താണ് ഭക്ഷണം കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് പറയാൻ സാധിക്കില്ല, കാരണം അതിൻ്റെ സീക്രട്ട് റെസിപ്പിയാണെന്ന് പറയുകയാണ്. ഇവനെങ്ങനെ കൈയെടുത്ത് വന്ന് രക്ഷപ്പെടാനാണ് നമ്മുടെ കിങ് ഹാൻഡ് നോക്കുന്നത്. കിങ് ഹാൻഡ് ചോദിക്കുന്നത് നിൻ്റെ അംബീഷൻ എന്താ ചോദിക്കുമ്പോൾ അവൻ പറയുക എനിക്കൊരു രാജാവാകണമെന്നാണ് എൻ്റെ അംബീഷൻ എന്ന് പറയുകയാണ്. ഈ കുളന ഒരു രാജാവാകണോ, എന്തായാലും നടക്കാൻ പോകുന്ന നോക്കാം. ഈ സമയത്ത് നമ്മുടെ കിങ് ഹാൻഡ് പറയുകയാണ് നിന്നെ സ്വതന്ത്രരാക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയുകയാണ് നമ്മുടെ കിങ് ഹാൻഡിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, അത് മാത്രമാണ് അവർ കിങ് ഹാൻഡ് ഏക ഒരു ചിന്ത. എന്തായാലും നടക്കാമെന്ന് നോക്കാം. ഈ സമയത്ത് പറയുകയാണ് ഇവന് വീണ്ടും പറയുകയാണ് എൻ്റെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു രാജാവാകണം എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളൂ. ഒടുനീളം അതിനു വേണ്ടി മാത്രമാണ് പരിശ്രമിച്ചത് നമ്മുടെ കിങ് ഹാൻഡ് അത് പറയുകയാണ്. അവൻ പറയുകയാണ് ഞാൻ രാജാവ് എങ്ങനെ ഇരിക്കുമെന്ന് അവൻ ഇപ്പോൾ ചോദിക്കുകയാണ്. അത് നേരെ ചെന്നിട്ട് ഒരു തൊപ്പിയോ ഒരു സാധനമൊക്കെ എടുത്ത് കെട്ടി വെക്കുന്നുണ്ട്. ഞാൻ രാജാവ് എങ്ങനെ ഉണ്ടാവും നീ പറയാൻ പറയുകയാണ്. എന്തായാലും നോക്കാം. അതിന് അവൻ്റെ രൂപം കണ്ട അവനൊരു തൊപ്പിയാണെന്നും പറഞ്ഞ ഒരു കിരീടമാണെന്നും പറഞ്ഞ ഒരു പാത്രം എടുത്ത് നോക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കിങ് ഹാൻഡ് അവൻ്റെ മനസ്സ് മാറ്റാൻ നോക്കിയാണ്. കിങ് ഹാൻഡ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, അത് മാത്രമാണ് നമ്മുടെ കിങ് ഹാൻഡ് ഏക ലക്ഷ്യം. കാരണം ഇവിടെ കിടന്ന് മരിച്ചു പോകും. കാരണം ഭക്ഷണമൊന്നും നല്ല ഭക്ഷണമല്ല കിട്ടുന്ന കാര്യം പകുതി വേവിച്ച ഭക്ഷണമൊക്കെയാണ് അവന് കൊടുക്കുന്നത്. എന്തായാലും നടക്കാൻ പോകുന്നത് ഇവർ രക്ഷിക്കോ ഇല്ലയോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നാം കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതേ സമയത്ത് കാണിക്കുന്ന നമ്മുടെ ബിയോങ് അയൺസൈഡിനെയാണ്. അവർ ഒരു സ്ഥലത്ത് തമ്പടിച്ചിരിക്കുകയാണ്. കാരണം ഇനി ആക്രമിക്കാതെ, അതായത് കിങ് ഒലഫിനെ ആക്രമിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം. ഇതേ സമയത്ത് നമ്മുടെ ബിയോങ്ങും ബാക്കിയുള്ള ചർച്ച ചെയ്യുകയാണ്. ഇതേ സമയത്ത് ബിയോങ്ങിനെ രണ്ടുപേർ പറയുകയാണ് ഒലഫ് ചെയ്തത് ഒട്ടും അനുയോജ്യമായ കാര്യമാണെന്ന് പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ ബിയോങ് പറയുകയാണ് നിങ്ങളെന്നെ വിശ്വസിക്കൂ, നമുക്ക് ഒരു മിന്നൽ ആക്രമണം നടത്തി നമുക്ക് കിങ് ഹാനെ രക്ഷിക്കാമെന്ന് നമ്മുടെ ബിയോങ് പറയുകയാണ്. അതേ സമയത്ത് അവർ പറയുന്നത് മിന്നൽ ആക്രമണം നമുക്ക് യുദ്ധം തന്നെ പോലും ചോദിക്കുകയാണ്. ഇതേ സമയത്ത് കയറ്റി പറയുകയാണ് നമുക്ക് മിന്നൽ ആക്രമണം തന്നെ മര്യാദയായിരിക്കും ഏറ്റവും നല്ലത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ യുദ്ധം ചെയ്താൽ നമുക്ക് എന്തായാലും വിജയം കരസ്ഥമാക്കാമെന്ന് നമ്മുടെ
കയറ്റി പറയുകയാണെങ്കിൽ എന്തായാലും നടക്കാൻ പോകുന്നത്, ഇവർ എങ്ങനെയായിരിക്കും മിന്നൽ ആക്രമണം നടത്താൻ പോകുന്നത് എല്ലാം കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും വേറെ ലെവൽ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. സമയത്ത് ലഗാർത്തക്ക് എന്തോ പേടിയാവുകയാണ്. കാരണം എപ്പോഴും കുറേ ഗ്രാമങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് 2 കുട്ടികളെ നോക്കുകയാണ്. ഇവരെ നോക്കേണ്ട കടമ ലഗാർത്തക്കാണ്. ഈ സമയത്ത് ലഗാർത്ത് പുതപ്പ് പൊക്കി നോക്കുമ്പോൾ അതിലൊരുത്തിൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ടാവും. ആ കുട്ടിയുടെ, അതായത് അലി എന്ന് പറഞ്ഞ കുട്ടിയുടെ കയ്യിൽ കത്തി ഉണ്ടാവും. ആ കുട്ടി ഭയങ്കര ധീരനാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം കത്തി വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഈ സമയത്ത് ലഗാർത്ത ദൈവങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഇനി ഒരിക്കലും വാൾ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞ ആ വാളമ്മ ലഗാർത്ത തെരഞ്ഞു നോക്കുകയാണ്. ഇനി ഒരിക്കലും യുദ്ധമില്ല എന്ന് പറഞ്ഞാൽ വാൾ കുഴിച്ചെടുക്കുകയാണ് നമ്മൾ ലഗാർത്ത. പക്ഷെ അത്യാവശ്യം വരികയാണ് നമ്മൾ ലഗാർത്തനെ ആ വാൾ കുഴിച്ചെടുക്കുകയാണ്. കാരണം ഭയങ്കര ആക്രമണമാണ് ഓരോ ഗ്രാമത്തിൽ നടക്കുന്നത്. അവർ ലഗാർത്ത കുട്ടികളെ എങ്ങനെ സംരക്ഷിച്ചേ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ലഗാർത്ത വാക്ക് തിരിച്ചെടുത്ത് നമ്മൾ ലഗാർത്ത വീണ്ടും ഒരു ഷീൽഡ് മേഡ് ആവുകയാണ്. വൺ ഓഫ് ദ വേൾഡ് ഫേമസ് ഷീൽഡ് മേഡ് ലഗാർത്തയാണ്. കിടിലനായിരിക്കും ഇനി നടക്കാൻ പോകുന്ന എല്ലാ കാര്യവും. ഇതേ സമയത്ത് ലഗാർത്ത എന്താ ആലോചിക്കുകയാണ്. നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഒലീഗിൻ്റെ കൊട്ടാരമാണ് കാണിക്കുന്നത്. അവരെന്തൊക്കെ നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ കുട്ടിയെ നമ്മുടെ ഐവർ ആ കുട്ടി എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വൈക്കിങ്സിൻ്റെ ഭാഷ പഠിപ്പിക്കുകയാണ്. ഇതാണ് തറ, ഇതാണ് സ്റ്റൂൾ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്തായാലും നടക്കാമോ നോക്കാം. ഇതേ സമയത്ത് ആ കുട്ടിയാണെങ്കിൽ നമ്മുടെ ഐവറിനെ ചെറുതായിട്ട് കളിയാക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഐവർ. ഇതേ സമയത്ത് ഓരോ കാലം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇതിനെയാണ് ഗ്ലാസ് എന്ന് പറയുന്നതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്. ഇവർ നേരെ ഗഡ്കരിനെ ആക്രമിക്കാൻ പോയി കുട്ടിയെ കൊണ്ടുവന്നാണ് തോന്നുന്നത്. ഈ സമയത്ത് നമ്മുടെ ഐവറിനെ കളിയാക്കുകയാണ്. ഐവറിനെ എഴിഞ്ഞ് പോകുന്നതുകൊണ്ട് കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഐവറിനെ ചിരി വരുന്നുണ്ട്. ഐവറിൻ്റെ പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ ഐവർ ഒറ്റയടിക്കാണ് തീർക്കുമായിരുന്നു. ഇതെല്ലാം നമുക്ക് അറിയാം. ഇതേ സമയത്ത് നമ്മുടെ ഐവർ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒലീഗിനെ കളിയാക്കുന്നുണ്ട്. ഇവനാണ് ഒലീഗ് എന്ന് പറഞ്ഞാൽ ആ മരപ്പാനെ പിടിച്ച് കാണിക്കുകയാണ്. ഈ സമയത്ത് എന്തായാലും നടക്കാൻ പോകുന്നത്. ഇവനെ എല്ലാവരും കളിയാക്കുന്ന ഒരു കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഐവറിന് പറ്റിയ കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സമയത്ത് പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. പുറത്തിനെ പട്ടികളെ കുറയ്ക്കുന്ന എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തായാലും പുറത്ത് നടക്കാൻ പോകുന്നതെല്ലാം കണ്ടു തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഐവറിനും ഒച്ച കേൾക്കുന്നു. ആ കുട്ടി നേരെ ഓടിച്ചെല്ലും. ഈഗിൾ എന്ന് പറഞ്ഞാൽ ആ കുട്ടി നേരെ പുറത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. എന്തായാലും നടക്കാൻ പോകുന്ന നോക്കാം. അങ്ങനെ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പട്ടികളൊക്കെ നല്ല കൊര. എന്തിനായിരിക്കും ആ പട്ടി കുറയ്ക്കുന്നത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇവർ നേരെ താഴത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. നമുക്ക് താഴത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ഐവറും ആ കുട്ടിയായ നമ്മുടെ ഈഗിൾ നേരെ താഴത്തോട്ട് ചെല്ലുകയാണ്. എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, എന്തിനൊക്കെ ആ പട്ടികളൊക്കെ കുറയ്ക്കുന്നത് ഇതെല്ലാം കണ്ടു തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഐവറും ഈഗിളും നേരെ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് ഭയങ്കര സീനായിട്ട് ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ ഒലീഗിൻ്റെ ക്രൂരമായ മുഖമാണ് ഇവിടെ കാണിക്കുന്നത്. ആ കൂട്ടിൽ ആരെ അടിച്ചിട്ടേക്കുവാണ്, ആരായിരിക്കും അടിച്ചിട്ടേക്കുന്നത് അവർ 2 പേരും പോയി നോക്കുകയാണ്. ആരായിരിക്കും കണ്ടു തന്നെ മനസ്സിലാക്കാവുന്ന. ഇതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ധീരനാണ് കാണിക്കുന്നത്. ധീരൻ്റെ മുഖം ആ പൊള്ളിച്ച കമ്പച്ച് എന്താ കാണിച്ചത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കാം. അവനെ ആകെ ഇടിച്ച് അവൻ്റെ ഇഞ്ചപ്പരി എടുത്ത് അവനെ ആകെ സീനാക്കി വെച്ചേക്കാണ്. അവൻ്റെ മുഖം തുളച്ചിട്ട് ആ ചങ്കര സാധനം ഇട്ടേ. ഇത്രയും ക്രൂരനാണ് ഒലീഗ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് ആ കുട്ടിയാണെങ്കിൽ അവനാണെങ്കിൽ ലോകം മോനാണ്. അവനെ കളിയാക്കുകയാണ്. കണ്ടോളൂ, നിങ്ങൾ കണ്ടവനെ എങ്ങനെ കളിയാക്കുന്നത്, പട്ടികളെ പോലെയാണ് കളിയാക്കുന്നത്. ഇവനെ ആൾ കൊള്ളാം. അതേ സമയത്ത് ഐവറാണ് ചിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ലെവലിലാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അവൻ്റെ മുഖമാകെ സീനായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബിയോങ്ങിൻ്റെ എന്തൊരു പദ്ധതിയാണ്, മിന്നൽ ആക്രമണം എന്നുള്ള പദ്ധതിയാണ്. ഈ സമയത്ത് ആ അരുവി കൂടെ നീന്തി പോവുകയും എന്താ സംഭവിക്കാമെന്ന് നോക്കാം. പക്ഷേ ബിയോക്കെ മനസ്സിൽ കാണുന്നത് കിങ് ഒലഫ് മാനത്ത് കാണുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്തെല്ലാം സൈനികരെ നിർത്തിയിരിക്കുകയാണെങ്കിൽ എന്തായാലും നടക്കാമോ നോക്കാം. നമ്മുടെ കിങ് ഹാനെ രക്ഷിക്കാൻ പറ്റുകയോ ഇല്ല, അല്ലെങ്കിൽ ഇവർ ഇവിടെ തന്നെ കുടുങ്ങിപ്പോകും. എന്തായാലും നടക്കാമോ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കി. ഇത് സമയത്ത് പതിയെ നീന്തി പോവുകയാണ്. കിങ് ഒലഫ് പറയുകയാണ് എല്ലാവരും വരും മരണത്തിലോട്ട് എല്ലാവരും കടന്നു വരാൻ വേണ്ടി നമ്മുടെ കിങ് ഒലഫ് പറയുകയാണ്. കിങ് ഒലഫ് വേറെ ലെവലാണ്. ഇനി എന്തായാലും ചെയ്യാൻ പോകും നോക്കാം. അവൻ സൈനികരൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അവനെ അമ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിങ് ഒലഫ് ആജ്ഞ കൊടുക്കുകയും ആ കടലിൽ ആ അരുവിയാണ് കത്തിക്കുകയാണ്. കാരണം അതിൻ്റെ മൊത്തം മണ്ണിനെ പോലെ സാധനം ഒഴിച്ച് കത്തിക്കുകയാണ്. അവരെ മൊത്തം വളയുകയാണ്. കാരണം ചുറ്റും അവിടെ കത്തിക്കുകയാണ്. കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിരിക്കുകയാണ്. എന്തായിരിക്കും നടക്കാൻ പോകുന്ന നോക്കാം. അവരുടെ ഫ്രണ്ടിൽ തീ വന്നിരിക്കുകയാണ്. അതായത് കയറാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ്. തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. ഇന്ന് ബിയോങ് പറയുക എല്ലാം തിരിയൂ പെട്ടെന്ന് തിരിഞ്ഞ് എല്ലാവരും രക്ഷപ്പെടണം പറയുകയാണ്. എന്തായിരിക്കും നടക്കാൻ പോകുന്ന നോക്കാം. അവർ രക്ഷപ്പെടുമോ ഇല്ല, ഭയങ്കര ട്വിസ്റ്റായ കാര്യം നടക്കാമോ. കിങ് ഓലഫ് പറയുകയാണ് എല്ലാവരും പെട്ടിരിക്കുന്നു, ഇനി എടുത്ത് രക്ഷപ്പെടാൻ പോകുന്നതെന്ന് പറയുകയാണ്. ബാക്കിൽ നിന്നും കത്തുകയാണ്. അതിനെ മൊത്തം ഒരു സർക്കിളായിട്ട് തന്നെ മാറുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കിങ് ഒലഫ് വേറെ ലെവല് തന്ത്രശാലിയാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ അവർ എല്ലാവരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ വളഞ്ഞിരിക്കുകയാണ്. മൊത്തം തീ കൊണ്ട് വളഞ്ഞിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പറയുകയാണ്. ഈ സമയത്ത് ബിയോങ് പറയും എല്ലാവരും അടിയിൽ കൂടെ നീന്തി രക്ഷപ്പെടാൻ നമ്മുടെ ബിയോങ് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും അമ്പ് ചെയ്ത് കൊല്ലുകയാണ്. കാരണം എങ്ങോട്ടും പോകാത്ത അവസ്ഥയിൽ എല്ലാവരും അമ്പ് ചെയ്ത് കൊല്ലുകയാണ്. ഇതാണ് നമ്മുടെ കിങ് ഒലഫിൻ്റെ പദ്ധതി. നമ്മുടെ ബിയോങ്ങിൻ്റെ പദ്ധതി വിപുലമായിരിക്കും. അങ്ങനെ ബിയോങ് രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ അടിയിൽ കൂടെ നീന്തിയാണ് ബിയോങ് രക്ഷപ്പെടുകയാണ്. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തായിരിക്കും ഇവരെ തടവിലാക്കാനായിരിക്കും നമ്മുടെ കിങ് ഒലഫ് നോക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് മാത്രമാണ് എനിക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. വൈക്കിങ്സിന് കിണ്ണം കാച്ച എപ്പിസോഡ് തന്നെ വരുന്നത്. അപ്പോൾ മാക്സിമം ആരും മിസ് ചെയ്യാണ്ട് കാണുക. നിങ്ങൾക്ക് ഇനി കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അത് എല്ലാ എപ്പിസോഡും പറയുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുക്കുകയാണ്. നമുക്ക് നാളെ കാണുന്നവരെയും ചെറിയൊരു ബൈ ബൈ.